കാശ്മീർ ട്രിപ്പ് എപ്പിസോഡ് 8 ഫേസ് 1 ഗൊണ്ടോളയിൽ വന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ത് ഭംഗിയാണെന്നറിയാവോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ വരണം കേട്ടോ. അത്രയും ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. പിന്നെ നമ്മൾ കുറേ നേരത്തേക്ക് കുട്ടികളായി പോകും. ഇത്രയും ശക്തിയുള്ള കാറ്റിലും അതുപോലെ തന്നെ മഞ്ഞ് വീഴ്ചയിലും ഫേസ് 2 അടച്ചിരിക്കുകയാണെന്നുള്ളൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. എന്നാലും സാരമില്ല, ഇവിടം വരെ എത്തിപ്പെടാൻ പറ്റിയല്ലോ. ഒരു ഐസ്ക്രീം കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി നമ്മളെ വിട്ടാൽ എങ്ങനെയിരിക്കും? ഇത്രയും രസമാണ് കേട്ടോ കാണാനായിട്ട്. ഞാനും ശിവയും കുറേ നേരം മഞ്ഞിൽ കളിച്ചു, ഉരുണ്ടു പെരണ്ടു. അതുപോലെ തന്നെ ശിവയ്ക്ക് റെൻറ്റിന് ഡ്രസ്സ് എടുത്തിരുന്നത് കൊണ്ട് തന്നെ അവൻ ഒട്ടും അൺകംഫർട്ടബിൾ ആയിരുന്നില്ല. നല്ലപോലെ എൻജോയ് ചെയ്യുകയും ചെയ്തു. ഇവിടെ നല്ല തിരക്കുണ്ട്. എല്ലാവരും റീൽസും ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള തിരക്കിലാണ്. അതുപോലെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അവിടെയും നല്ല തിരക്കുണ്ട്. പിന്നെ നേരത്തെ വന്നവരെല്ലാം പോകാനുള്ള ലൈനിൽ നിൽക്കാനും തുടങ്ങി. സമയം വൈകുന്നേരത്തോടടുക്കുന്നു. ക്ലൈമറ്റ് മാറി വരുന്നു. മഴക്കാറ് തോന്നുന്നു. അപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ജാനിയും ശിവയും സ്നോമാനെ ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു. തിരിച്ചു പോവാനായിട്ട് നമ്മൾ ഗൊണ്ടോളയ്ക്ക് വേണ്ടി ലൈനിൽ നിൽക്കണം. ഈ സമയത്ത് ബേൽപൂരിയും അതുപോലെ ഹോട്ട് ചോക്ലേറ്റും ചൂട് ചായയൊക്കെ ആയിട്ട് ചേട്ടന്മാർ വരും. കാരണം 2 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ടയേർഡാകും. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ മതി എന്നുള്ളൊരു മനസ്സുമായിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഇവർ വരിക. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി കഴിച്ചിട്ട് ലൈനിൽ നിൽക്കുകയാണ്. ശരിക്കും മഴക്കാറ് വരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് താഴെ എത്തണം. കാരണം ക്ലൈമറ്റ് ഒരുപാട് മോശമായാലും ഗൊണ്ടോളയിൽ പോകാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. തിരിച്ചു പോരുമ്പോൾ അങ്ങോട്ട് പോയതിനേക്കാൾ കൂടുതൽ മഞ്ഞ് വീണ് കിടക്കുന്നത് പോലെ തോന്നി. കാരണം നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല മഞ്ഞ് വീഴ്ചയും കാറ്റും ഉണ്ടായിരുന്നല്ലോ. ഇനി നാളെ നമുക്ക് ദാൽ ലേക്കിലേക്ക് പോകണം. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക്